മത്സരശേഷമുള്ള ഭക്ഷണത്തിന്റെ അളവ് തെറ്റിയതാണ് വിനേഷ് ഫോഗട്ടിന് തിരിച്ചടിയായതെന്ന് റിപ്പോർട്ടുകൾ. 1.5 കിലോ കൂടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.7 കിലോയാണ് ശരീരഭാരം കൂടിയത്. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനിൽ, പാരീസിൽ നിന്ന് എന്താണ് ഇക്കാര്യത്തിൽ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ഇനി പ്രതീക്ഷയുടെ ഒരു 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 നേരിയ ലാഞ്ചന പോലും, ഒരു സൂചന പോലും ഇല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു കൃത്യത, ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും പുതുതായി വരുന്ന ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതായത് റിക്കവറി മീൽ എന്ന് വിളിക്കും, അതിൽ വന്ന ചില കാൽക്കുലേഷൻ പ്രശ്നങ്ങളാണ് വിനേഷിന് തിരിച്ചടിയായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഓരോ മത്സരത്തിന് ശേഷവും താരങ്ങൾ ഊർജ്ജം വീണ്ടെടുക്കാൻ ചില റിക്കവറി മീൽസ് കഴിക്കും. അതായത് പൊട്ടറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കും. സോൾട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ, കാർബോഹൈഡ്രേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കൂടിയ പദാർത്ഥങ്ങളൊക്കെ തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ അത്തരം കഴിച്ച ഒരു റിക്കവറി മീലിൽ വന്ന പ്രശ്നമാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ വരുന്നത്. അതായത് 1.5 കിലോഗ്രാം വെയിറ്റ് നേടാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത്. പക്ഷേ ആ കാൽക്കുലേഷൻ പാടെ പിഴച്ച വെയിറ്റ്, അതായത് ശരീരഭാരം 2.7 ഉയർന്നതാണ് കനത്ത തിരിച്ചടിയായി മാറുകയും ഇന്ത്യക്ക് ഒരു മെഡൽ നഷ്ടത്തിലേക്കും വഴിവെച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം രാത്രി ഉറങ്ങാതെ വെള്ളം പോലും കുടിക്കാതെ വലിയ രീതിയിൽ പരിശ്രമം നടത്തി ഈ താരം. പക്ഷേ അതിനകത്ത് ഒരു മാറ്റമുണ്ടായില്ല. കഠിന പരിശ്രമം നടത്തിയിട്ട് പോലും ഒരു 100 ഗ്രാം അകലെ ആ വെയിറ്റ് കുറയ്ക്കാൻ മാത്രമാണ് സാധിച്ചത്. അങ്ങനെ ആ 100 ഗ്രാമിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 140 കോടി ജനങ്ങളുടെ വലിയ പ്രതീക്ഷയൊക്കെ തന്നെ തട്ടിത്തകർന്നു. ഇതോടൊപ്പം തന്നെ ഇന്നലെ ഈ പ്രിലിമിനറി റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് താരത്തിൻ്റെ വെയിറ്റ് 49.7 ആയിരുന്നു. അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ അതൊരു നോർമൽ വെയിറ്റേജാണ്. 50 കിലോഗ്രാമിൽ മത്സരിക്കാനുള്ള യോഗ്യതയ്ക്ക് അനിവാര്യമായ ഒരു വെയിറ്റാണ്. പക്ഷേ മത്സരശേഷമാണ് വലിയ രീതിയിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. നേരത്തെ ടീമിൻ്റെ പാട്ടീദാറൊക്കെ പറഞ്ഞത് ഈ മത്സരശേഷം താരങ്ങൾക്ക് സ്വാഭാവികമായി അവരുടെ വെയിറ്റിൽ ഒരു ക്രമേണ ഒരു ഉയർച്ചയുണ്ടാവും. 1.5 പൊതുവായിട്ടുണ്ടാവുക. പക്ഷേ വിനേഷിൻ്റെ കാര്യത്തിൽ അത് വളരെ വലുതായി കൂടുക തന്നെ ചെയ്തു. നേരത്തെയൊക്കെ തന്നെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച താരം വളരെ പണിപ്പെട്ടാണ് 50 കിലോയിലേക്ക് വെയിറ്റ് താഴ്ത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായി ആ താരത്തിൻ്റെ വെയിറ്റ് ഇങ്ങനെ ഉയർന്നു വരുന്നത് സ്വാഭാവികമെന്ന് തന്നെയാണ് അപ്പോൾ ടീം ഡോക്ടേഴ്സും പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ പ്രസ്താവന വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടായി തന്നെ ഇക്കാര്യത്തിൽ വന്നാൽ മാത്രമാണ് നമ്മുടെയൊക്കെ തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാവുള്ളൂ. എന്തായാലും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെ അവശേഷിപ്പിക്കുന്നതും വലിയ നിരാശയാണ്, ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. ഒരുപക്ഷെ 11:23 ഈ മത്സരം തുടങ്ങേണ്ടിയിരുന്നത്. ഈ സമയത്തൊക്കെ നമ്മൾ വലിയ രീതിയിൽ ആഘോഷത്തോടെ ആ റിപ്പോർട്ടിലേക്കൊക്കെ തന്നെ പോകേണ്ട സമയമായിരുന്നു. വലിയ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാവേണ്ടതാണ്. അതൊക്കെ തെറ്റി ഇപ്പോൾ നിരാശയുടെ മണിക്കൂറുകളായി മാറിയിരിക്കുന്നു. നമ്മളോട് വളരെ മോശം രീതിയിൽ തോൽക്കുക, അല്ലെങ്കിൽ ആധികാരികമായി നമ്മൾ തോൽപ്പിച്ച ക്യൂബൻ താരമാണ് ഇപ്പോൾ ഫൈനലിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ച മെഡലും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരി എന്നുള്ള ഒരു പേരോടുകൂടിയാണ് വിനേഷ് മടങ്ങുന്നത്. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. വിജയകുമാർ. യെസ്, തീർച്ചയായും വലിയ നിരാശ ഇക്കാര്യത്തിൽ രാജ്യത്തിനാകെയുണ്ട്. റിക്കവറി മീലിലെ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ ഈ തിരിച്ചടിക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 1.5 കിലോ കൂടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.7 കിലോ ശരീരഭാരം കൂടി. അത് കുറയ്ക്കാൻ തലയിലെ മുടി മുറിച്ചു, വസ്ത്രത്തിൻ്റെ കട്ടി കുറച്ചു, അങ്ങനെ പലതും ചെയ്തു. പക്ഷേ ഒരു 100 ഗ്രാമിൻ്റെ അധിക ഭാരം ആ താരത്തിന് വലിയ തിരിച്ചടിയായി, രാജ്യത്തിന് വലിയ തിരിച്ചടിയായി, വലിയ നിരാശയായി. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് നൽകിയത്.